1 സാമുവേൽ അധ്യായം 6. കർത്താവിന്റെ പേടകം എത്ര കാലമാണ് ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നത്? 7 മാസം. കർത്താവിന്റെ പേടകം തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫിലിസ്ത്യർ ആരെയാണ് വിളിച്ചുവരുത്തി അഭിപ്രായം ചോദിച്ചത്? പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ഫിലിസ്ത്യർ ആദ്യം അവരോട് ചോദിച്ചതെന്ത്? കർത്താവിന്റെ പേടകം നാം എന്തു ചെയ്യണം? പേടകം തിരിച്ചയക്കുമ്പോൾ ഫിലിസ്ത്യർ അറിയാൻ ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം, പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് എങ്ങനെയാകരുത് എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്. വെറും കൈയോടെ ആകരുത്. പേടകത്തോടൊപ്പം തീർച്ചയായും കൊടുത്തയക്കേണ്ടതെന്ത്? ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ കൊടുത്തയക്കുമ്പോൾ ഫിലിസ്ത്യർക്ക് ലഭിക്കുമെന്ന് പറയപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം അവരിൽ നിന്ന് പിൻവലിക്കാതിരുന്നതിന്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്യും. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ത്യർ ചോദിച്ചപ്പോൾ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ച 2 തരം വസ്തുക്കൾ ഏതെല്ലാമാണ്? സ്വർണ്ണ നിർമ്മിതമായ 5 കുരുക്കളും 5 എലികളും. പ്രായശ്ചിത്ത വസ്തുക്കളുടെ എണ്ണമായി 5 തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് 5 കുരുക്കളും 5 എലികളും തിരഞ്ഞെടുക്കാൻ കാരണമായി പുരോഹിതന്മാർ ചൂണ്ടിക്കാട്ടിയ മറ്റു വസ്തുത എന്താണ്? ഫിലിസ്ത്യർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണ് ഉണ്ടായത് എന്നത്. ഫിലിസ്ത്യർ ഏത് 2 വസ്തുക്കളുടെ രൂപമാണ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവരുടെ കുരുക്കളുടെയും അവരുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം. ആ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശ്യമായി പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത് എന്താണ്? ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിന് കാരണമായേക്കാം? അവരുടെയും ദേവന്മാരുടെയും നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും ഫിലിസ്ത്യരെ ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിച്ചതെന്ത്? ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവരുടെ വാക്കുകൾ പ്രകാരം ഫറവോയും ഈജിപ്തുകാരും കഠിനഹൃദയരായതിന്റെ ഫലം എന്തായിരുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമാണ് അവർ ഇസ്രായേല്യരെ നാടുവിടാൻ അനുവദിച്ചത്. പേടകം കൊണ്ടുപോകാനായി ഫിലിസ്ത്യർ ഉണ്ടാക്കേണ്ടതെന്ത്? ഒരു പുതിയ വണ്ടി. പേടകം കൊണ്ടുപോകാനുള്ള പുതിയ വണ്ടിയിൽ കെട്ടേണ്ട 2 പശുക്കളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന 2 പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? 1. ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്തവ. 2. കറവ പശുക്കൾ. അവയുടെ കുട്ടികൾ എവിടെ നിന്നുകൊള്ളട്ടെ എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? വീട്ടിൽ. കർത്താവിന്റെ പേടകം എവിടെ വയ്ക്കണമെന്നാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്? വണ്ടിയിൽ. പ്രായശ്ചിത്ത ബലിക്ക് തയ്യാറാക്കിയ സ്വർണ്ണ ഉരപ്പടികൾ എപ്രകാരം എവിടെയാണ് വയ്ക്കേണ്ടത്? ഒരു പെട്ടിക്കുള്ളിലാക്കി പേടകമുള്ള വണ്ടിയുടെ ഒരു വശത്ത്. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ എന്ന് പറഞ്ഞതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഫിലിസ്ത്യർക്ക് ഈ അനർത്ഥം വരുത്തിയത് അവിടുത്തെ കരങ്ങളോ അതോ ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്ന് അനുമാനിക്കാൻ. പശുക്കൾ ബേത്ഷെമെശിലേക്കല്ല പോകുന്നതെങ്കിൽ ഫിലിസ്ത്യർക്ക് എന്തനുമാനിക്കാൻ സാധിക്കും? അവിടുത്തെ കരങ്ങളല്ല തങ്ങളെ ശിക്ഷിച്ചതെന്നും അവ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും. 2 കറവ പശുക്കളെ കൊണ്ടുവന്ന് എന്തു ചെയ്തു? വണ്ടിക്കു കെട്ടി. വണ്ടിയിൽ കെട്ടിയ കറവ പശുക്കളുടെ കിടാങ്ങളെ എവിടെയാണ് നിർത്തിയത്? വീട്ടിൽ. കർത്താവിന്റെ പേടകത്തോടൊപ്പം വണ്ടിയിൽ വച്ച പെട്ടിയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളും. പശുക്കൾ പേടകവുമായി ഏത് ദിശയിലേക്കാണ് സഞ്ചരിച്ചത്? ബേത്ഷെമെശിലേക്കുള്ള പെരുവഴിയിലൂടെ നേരെ പോയി. പശുക്കൾ സഞ്ചരിക്കുമ്പോൾ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? 1. അലറിക്കൊണ്ട്. 2. ഇടം വലം നോക്കാതെ നേരെ പോയി. പശുക്കൾ പോകുന്ന വഴിയിൽ ബേത്ഷെമെശ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തതാര്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ.
ബേത്ത്ശേമെശിലെ ജനങ്ങൾ കർത്താവിന്റെ പേടകം കണ്ടപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു? വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തലയുയർത്തി നോക്കിയപ്പോൾ കർത്താവിന്റെ പേടകം കണ്ട ബേത്ത്ശേമെശിലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അവർ അത്യധികം ആനന്ദിച്ചു. പേടകം വഹിച്ച വണ്ടി എവിടെയാണ് ചെന്നു നിന്നത്? അവിടെ എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ബേത്ത്ശേമെശുകാരനായ ജോഷ്വയുടെ വയലിൽ. അവിടെ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു. വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം ഉപയോഗിച്ച് അവർ എന്തു ചെയ്തു? വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു. കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പിടികൾ വഹിച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? അവ എവിടെയാണ് വെച്ചത്? ലേവ്യർ, ആ വലിയ കല്ലിന്മേൽ. പേടകം തിരിച്ചെത്തിയ അന്ന് ബേത്ത്ശേമെശിലെ ജനങ്ങൾ കർത്താവിന് സമർപ്പിച്ച ബലികൾ ഏവ? ദഹനബലികളും ഇതര ബലികളും. കർത്താവിന്റെ പേടകം തിരിച്ചെത്തിയ സംഭവം കണ്ട ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എവിടേക്കാണ് മടങ്ങിപ്പോയത്? എക്രോണിലേക്ക്. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കൾ ഏതൊക്കെ നഗരങ്ങൾക്ക് വേണ്ടിയായിരുന്നു? 1 അഷ്ദോദ്, 2 ഗാസ, 3 അഷ്കലോൺ, 4 ഗത്ത്, 5 എക്രോൺ. സ്വർണ്ണ എലികളുടെ എണ്ണം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിച്ചിരുന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യയനുസരിച്ച്. ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത്ത്ശേമെശുകാരനായ ജോഷ്വയുടെ വയലിൽ ഉള്ളത് എന്താണ്? കർത്താവിന്റെ പേടകം ഇറക്കിവെച്ച ആ വലിയ കല്ല്. എത്ര ബേത്ത്ശേമെശുകാരെയാണ് കർത്താവ് വധിച്ചത്? വധിക്കാൻ കാരണം എന്തായിരുന്നു? 70. അവർ കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയതുകൊണ്ട്. ബേത്ത്ശേമെശിൽ കർത്താവ് കൂട്ടക്കൊല നടത്തിയതിന്റെ ഫലമായി അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്തു? അവർ വിലപിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് നിൽക്കാൻ ആർക്ക് കഴിയും? ബേത്ത്ശേമെശിലെ ആളുകൾ പറഞ്ഞത് പൂരിപ്പിക്കുക. പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ. 6-ാം അധ്യായത്തിലെ 6-ാമത്തെ ചോദ്യം എന്താണ്? നമ്മുടെ അടുത്തുനിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? ബേത്ത്ശേമെശിലെ ആളുകൾ ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? കിരിയാത്ത് യയാറിമിലെ ജനങ്ങളുടെ അടുത്തേക്ക്. കിരിയാത്ത് യയാറിമിലെ ജനങ്ങളോട് ദൂതന്മാർ പറഞ്ഞ സന്ദേശം എന്തായിരുന്നു? കർത്താവിന്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു. കിരിയാത്ത് യയാറിമിലെ ജനങ്ങളോട് ബേത്ത്ശേമെശിലെ ആളുകൾ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ എന്ന്. 1 സാമുവേൽ 6:6 പരാമർശിക്കുന്നവയുടെ അടിസ്ഥാനം ഏതൊക്കെ തിരുവചന ഭാഗങ്ങളാണ്? പുറപ്പാട് 8:28, പുറപ്പാട് 9:27. 1 സാമുവേൽ 6:19 സംഭവിച്ചതിന് ഉപോത്ബലകമായ തിരുവചന ഭാഗം ഏത്? സംഖ്യ 4:20. 1 സാമുവേൽ 6:20 സമാനമായ ആശയമുള്ള മറ്റൊരു തിരുവചന ഭാഗം ഏത്? സങ്കീർത്തനങ്ങൾ 76:7. 1 സാമുവേൽ അധ്യായം 7. ആര് വന്നാണ് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത്? കിരിയാത്ത് യയാറിമിലെ ആളുകൾ. കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രന്മാരിൽ ആരാണ് അഭിഷേകം ചെയ്യപ്പെട്ടത്? എലെയാസർ. കർത്താവിന്റെ പേടകം അബിനാദാബിന്റെ ഭവനത്തിൽ എത്ര കാലത്തോളം ഇരുന്നു? ഏകദേശം 20 വർഷത്തോളം. ഇസ്രായേൽ ജനം എന്തു ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത്? കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയേണ്ടതിന് സാമുവേൽ ഇസ്രായേൽ ജനത്തോട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടതാരെയെല്ലാം? അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. തുടർന്ന് സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ 2 നിർദ്ദേശങ്ങളേവ? നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. മേൽപ്പറഞ്ഞ ബഹിഷ്കരണം, സമർപ്പണം, ആരാധന ഇവയുടെ ഫലം എന്തായിരിക്കുമെന്നാണ് സാമുവേൽ പറയുന്നത്? ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. സാമുവേലിന്റെ ഉപദേശം കേട്ട്
ഇസ്രായേലിയർ ചെയ്തതെന്ത്? ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവേൽ കർത്താവിനോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടണമെന്നാണ് സാമുവേൽ ആവശ്യപ്പെട്ടത്. മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ചെയ്തതായി ആദ്യം പറയുന്നതെന്ത്? വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ ഉപവസിച്ച ഇസ്രായേൽ ജനം എന്താണ് ഏറ്റുപറഞ്ഞത്? ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന്. മിസ്പായിൽ വെച്ച് സാമുവേൽ എന്തു ചെയ്യാനാണ് തുടങ്ങിയത്? ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്തു ചെയ്തു? ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഭയചകിതരായ ഇസ്രായേൽക്കാർ സാമുവേലിനോട് അപേക്ഷിച്ചതെന്ത്? ഞങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന്. സാമുവേൽ കർത്താവിന് സമ്പൂർണ്ണ ദഹനബലിയായി അർപ്പിച്ചത് എന്തിനെയാണ്? മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ. സാമുവേൽ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്തു ചെയ്തു? അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ എന്തു ചെയ്യുകയായിരുന്നു? ഇസ്രായേലിയരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കാൻ കർത്താവ് ചെയ്തതെന്ത്? ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി. സംഭ്രാന്തരായി പലായനം ചെയ്ത ഫിലിസ്ത്യരെ ഇസ്രായേൽ എവിടെ നിന്ന് എവിടം വരെയാണ് പിന്തുടർന്ന് വധിച്ചത്? മിസ്പായിൽ നിന്ന് ബെത്കാർ വരെ. സാമുവേൽ മിസ്പായ്ക്കും ജഷനായിക്കും മധ്യേ സ്ഥാപിച്ച കല്ലിന് നൽകിയ പേര് എന്തായിരുന്നു? എബ്നേസർ. എന്തു പറഞ്ഞാണ് എബ്നേസർ എന്ന് പേരിട്ടത്? ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. കീഴടങ്ങിയ ശേഷം ഫിലിസ്ത്യർ പിന്നീട് ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല? ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവേലിന്റെ കാലമത്രയും എന്താണ് ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നത്? കർത്താവിന്റെ കരം. ഫിലിസ്ത്യർ ഇസ്രായേലിന് തിരികെ കൊടുത്ത പ്രദേശങ്ങളേവ. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം. ഇസ്രായേലിയരും ഏത് ജനതയും തമ്മിലാണ് സമാധാനമുണ്ടായത്? അമോര്യർ. സാമുവേൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിൽ എന്ത് ധർമ്മമാണ് നിർവഹിച്ചത്? നീതിപാലനം നടത്തി. സാമുവേൽ വർഷം തോറും ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് നീതിപാലനം നടത്തിയിരുന്നത്? ബദേൽ, ഗിൽഗാൽ, മിസ്പ. സാമുവേലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? റാമായിൽ മടങ്ങിയെത്തിയ ശേഷം അവിടെയും നീതിപാലനം നടത്തിയ സാമുവേൽ ചെയ്ത ഒരു പ്രത്യേക കാര്യം എന്തായിരുന്നു? കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. 1 സാമുവേൽ 7:4 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? ന്യായാധിപന്മാർ 10:16. 1 സാമുവേൽ 7:10 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? പുറപ്പാട് 14:24, ജോഷ്വ 10:10. എബ്നേസർ എന്നതിന്റെ അർത്ഥം എന്താണ്? സഹായശില. സഭാപ്രസംഗകൻ എന്നത് ഏത് ഹീബ്രു പദത്തിന്റെ ഏകദേശ തർജ്ജമയാണ്? കൊഹലത്ത്. ഗ്രന്ഥകാരൻ എപ്രകാരമാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്? ദാവീദിന്റെ പുത്രനും ജെറുസലേമിലെ രാജാവുമെന്ന്. സഭാപ്രസംഗകന്റെ കർത്തൃത്വം ആരിലാണ് ആരോപിക്കപ്പെടുന്നത്? സോളമനിൽ. ഈ ഗ്രന്ഥം രചിച്ചത് ഏത് നൂറ്റാണ്ടിലാണെന്നാണ് പൊതുവായ അഭിപ്രായം? BC 3-ാം നൂറ്റാണ്ടിൽ. സഭാപ്രസംഗകന്റെ രചയിതാവ് ആരെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? ഏതോ യഹൂദ ചിന്തകൻ. ഈ ഗ്രന്ഥത്തിലെ ചിന്താധാരകളിൽ പ്രകടമായ സ്വാധീനം ഏത് തത്വചിന്തയുടേതാണ്? ഗ്രീക്ക് തത്വചിന്തയുടെ. എപ്രകാരമെന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായൊരു ഘടന നിർദ്ദേശിക്കാൻ എളുപ്പമല്ല എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ. ഗ്രന്ഥത്തിന് വ്യക്തമായൊരു ഘടന നിർദ്ദേശിക്കാൻ എളുപ്പമല്ലെങ്കിലും ഗ്രന്ഥകാരന്റെ ജീവിത വീക്ഷണം അവ്യക്തമല്ലാത്തതിന് കാരണമെന്ത്? അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടവിടെ ആവർത്തിക്കപ്പെടുന്നതിനാൽ. ഗ്രന്ഥകാരന്റെ നിരീക്ഷണങ്ങൾ ചെന്നു നിൽക്കുന്ന പ്രധാന നിഗമനം എന്താണ്? സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം, ഈ ലോകവും അതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ്.
ഗ്രന്ഥകാരൻ അംഗീകരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ അതീശത്വവും ദൈവിക പദ്ധതികളും. എങ്കിലും ഗ്രന്ഥകാരന്റെ ചിന്താഗതികൾ എപ്രകാരമാണ് എന്ന് പറഞ്ഞുകൂടാ. അവികലമാണ് എന്ന്. പ്രവാസാനന്തര യഹൂദ ചിന്തയിൽ സഭാപ്രസംഗകനെ ഏത് ദശയിലെ ഒരു കണ്ണിയായി ഗണിച്ചാൽ മതി എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിനു മുൻപുള്ള പരിവർത്തന ദശയിലെ. പ്രവാസാനന്തര യഹൂദ ചിന്ത വിശ്വാസദാർഢ്യത്തിന്റെയും പ്രത്യാശയുടെയും പാതയിലെത്തിയത് പ്രകടമാക്കിയ വിപ്ലവം ഏത്? മക്കബായ വിപ്ലവം. സഭാപ്രസംഗകൻ അധ്യായം 1:1 സഭാപ്രസംഗകൻ തന്നെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകൻ. ജെറുസലേമിലെ രാജാവും ദാവീദിന്റെ പുത്രനുമായ സഭാപ്രസംഗകന്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു എന്ന മുഖമൊഴിയോടെ പ്രസംഗകൻ ആദ്യം പറയുന്നത് എന്ത്? മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. 1:2 മിഥ്യ എന്ന് എത്ര പ്രാവശ്യമുണ്ട്? 5. സഭാപ്രസംഗകന്റെ പുസ്തകത്തിലെ പ്രഥമ ചോദ്യം: സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്ത് ഫലം? തലമുറകൾ വരുന്നു പോകുന്നു എന്ന് പറയുന്ന പ്രസംഗകന്റെ ഭൂമിയെക്കുറിച്ചുള്ള നിരീക്ഷണം എന്താണ്? ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗകൻ എവിടെ വേഗം തിരിച്ചെത്തുന്നു എന്നാണ് കൂട്ടിച്ചേർക്കുന്നത്? ഉദിച്ചിടത്തു തന്നെ. കാറ്റിനെക്കുറിച്ചുള്ള പ്രസംഗകന്റെ നിരീക്ഷണം എന്താണ്? കാറ്റ് തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് എങ്ങോട്ടൊക്കെ വീശുന്നതായാണ് പ്രസംഗകൻ എടുത്തു പറയുന്നത്. തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്. നദികൾ സമുദ്രത്തിലേക്കൊഴുകുന്നു, എന്നാൽ എന്ത് സംഭവിക്കുന്നില്ല? സമുദ്രം നിറയുന്നില്ല. എവിടേക്കാണ് വീണ്ടും ഒഴുക്ക് തുടരുന്നത്? ഉറവിടത്തിലേക്ക്. സകലവും മനുഷ്യന് എപ്രകാരമാണ്? ക്ലേശഭൂയിഷ്ടം. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം. അത് വിവരിക്കുക മനുഷ്യന് എന്താണ്? അസാധ്യം. കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ എന്താണ്? മതി വരുന്നില്ല. ഉണ്ടായതു തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നതാര്? സഭാപ്രസംഗകൻ. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുന്നു എന്നതിനെ സംഗ്രഹിച്ചുകൊണ്ട് പ്രസംഗകൻ പറയുന്നതെന്താണ്? സൂര്യന് കീഴെ പുതുതായൊന്നുമില്ല. പുതിയത് എന്ന് പറയാൻ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനമെന്ത്? യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. എന്താണ് ആരും ഓർക്കുന്നില്ലാത്തത്? കഴിഞ്ഞതൊന്നും. വരാനിരിക്കുന്നവയെ ആര് ഓർമ്മിക്കുകയില്ല? അവയ്ക്കു ശേഷം വരാനിരിക്കുന്നവർ. സഭാപ്രസംഗകനായ താൻ എവിടെ ആരുടെ രാജാവായിരുന്നു എന്നാണ് പറയുന്നത്? ജെറുസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു. ആകാശത്തിൻ കീഴ് സംഭവിക്കുന്നതെല്ലാം എന്ത് ചെയ്യാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത്? ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ. എപ്രകാരം ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് എന്നാണ് സഭാപ്രസംഗകൻ നിരീക്ഷിക്കുന്നത്. വ്യഗ്രതയോടെ. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എപ്രകാരമാണ് എന്നാണ് സഭാപ്രസംഗകന്റെ ആശ്ചര്യം. എത്ര ക്ലേശകരമാണ്. സൂര്യന് കീഴെ നടക്കുന്ന എന്താണ് പ്രസംഗകൻ വീക്ഷിച്ചത്? എല്ലാ പ്രവൃത്തികളും. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും വീക്ഷിച്ച പ്രസംഗകന്റെ വിലയിരുത്തൽ എന്താണ്? എല്ലാ മിഥ്യയും പാഴ്വേലയുമത്രേ. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല എന്നതിനോടൊപ്പം പ്രസംഗകൻ പറയുന്നത് എന്താണ്? ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന ആരേക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു എന്നാണ് പ്രസംഗകൻ അവകാശപ്പെടുന്നത്. എല്ലാ രാജാക്കന്മാരെയേക്കാൾ. എന്തിൻ്റെയൊക്കെ യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് പ്രസംഗകൻ പറയുന്നത്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. എത്ര കാര്യങ്ങളെ വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു എന്നാണ് പ്രസംഗകൻ പറയുന്നത്. ഏതൊക്കെ? 4. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും. അത് പാഴ്വേലയാണെന്ന് കണ്ടതിന് കാരണമെന്ത്? ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു. സഭാപ്രസംഗകൻ 1:2 സമാനമായ
മറ്റൊരു തിരുവചന ഭാഗം ഏത്? റോമ 8:20. സഭാപ്രസംഗകൻ 1:16 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? രാജാക്കന്മാർ 4:29 മുതൽ 31 വരെ.